Good evening. Let us start today's meeting by singing the song, There Shall Be Showers of Blessing. This is the promise of love. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, precious reviving again, over the hills and the valleys, sound of abundance of rain. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, send them upon us, O Lord. Grant to us now a refreshing. Come and now honor thy word. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, oh, that today they might fall. Now as to God you're confessing, now as on Jesus we call. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. The next song we'll be singing is I Hear the Savior Say. I hear the Savior say, thy strength indeed is small. Child of weakness, watch and pray. Find in me thine all in all. Jesus paid it all to him I owe. Sin had left a crimson stain, he washed it white as snow. Lord, now indeed I find thy power and thine alone can change the leper's spot and melt the heart of stone. Jesus paid it all to him I owe. Sin had left a crimson stain, he washed it white as snow. For nothing good have I, whereby thy grace to claim. I'll wash my garments white in the blood of Calvary's Lamb. Jesus paid it all
Sin had left a crimson stain, He washed it white as snow. And when before the throne I stand in Him complete, Jesus died my soul to save, my lips shall still repeat, Jesus paid it all to Him I owe. Sin had left a crimson stain, He washed it white as snow. നമുക്ക് മലയാളം പാട്ട് പാടാം. ശ്രീയേശുനാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. പാപപരിഹാരാർത്ഥ പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മാച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മാച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴ് എനിക്കിമ്പനാമം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്നുള്ള ഒരു പാട്ടുകൂടെ നമുക്ക് പാടാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ.
ഇഹലോകമോദരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. ഇഹലോകമോദരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. മനോവേദന ബലശോധന മമ ജീവിത പാതയതിൽ. മനോവേദന ബലശോധന മമ ജീവിത പാതയതിൽ. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്രയിക്കും. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കട്ടിയെറിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെറിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. നമുക്ക് പ്രാർത്ഥിക്കാം. വൈകിയ സമയത്ത് ദൈവമേടികൾക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവമേ സഭയായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിച്ച് അവിടുത്തെ വൻകൃപയ്ക്കായി സ്തുതിക്കുന്നു. ദൈവമേ കഴിഞ്ഞൊരു പകൽക്കാലം ദൈവം ഞങ്ങൾ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ക്ഷേമവും ആരോഗ്യവും ബലവും തന്നതിനാൽ അവിടുത്തെ സ്തുതിക്കുന്നു.
കർത്താവെ, കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ദൈവമേടങ്ങൾക്ക് അവിടുത്തെ ദാസിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ സഹായിച്ചു. ദൈവമേ കർത്താവ്, ഞങ്ങൾക്ക് വീണ്ടും ദൈവമേ പ്രിയ കർത്താദാസിൽ നിന്ന് ദൈവമേ കർത്താവ് ഞങ്ങൾക്ക് കേൾക്കുവാൻ ഒരവസരം കൂടെ അവൻ തന്നു ഓർത്ത് അവിടുത്തെ സ്തുതിക്കുന്നു. പ്രിയ അവിടുത്തെ ദാസിന് ദൈവമേ കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് കർത്താവെ വളരെ അത്ഭുതകരമായിട്ട് എടുത്ത് ഉപയോഗിച്ചു. പല സ്ഥാനങ്ങളിൽ ദൈവമേ അവിടുത്തെ സാക്ഷിയായി നിലനിർത്തി. ദൈവമേ കർത്താവ് അവിടുത്തെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് പ്രിയപ്പെട്ടവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവമേ അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഓർത്ത് അവിടുത്തെ സ്തുതിക്കുന്നു. ഈ അമേരിക്കയുടെ പ്രദേശത്തേക്ക് പ്രിയപ്പെട്ടവന് കടന്നു വരുവാൻ അവിടുന്ന് സഹായിച്ചു. പ്രത്യേകിച്ച് ഇന്ന് സായന സമയം ദൈവമേ അടിയങ്ങളോടൊപ്പം ആയിരിക്കാൻ അവിടുന്ന് സഹായിച്ചു ഓർത്ത് അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവമേ അവിടുത്തെ സന്നിധിയിലെ ഞങ്ങൾ തലകളെ ഉണക്കിയിരിക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങൾ തരുന്നു. കർത്താവെ, മറ്റ് ഞങ്ങളുടെ അയൽ സഭയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവെ, ദൈവമേ ഞങ്ങൾ ഇന്ന് ഇവിടെ ചെലവഴിക്കുന്ന സമയം ദൈവമേ അത് തിരുനാമോഹത്തിനായി തീരുവാൻ ദൈവമേ അടിയങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്നതായിട്ടുള്ള വചനം കർത്താവ് ഞങ്ങൾക്ക് അത് പ്രയോജനമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. അതിന് സംസാരിക്കാൻ അവിടെ ദാസിനെ തിരുക്കരങ്ങൾ തരുന്നു. എല്ലാവിധമായ കൃപയാലും അവിടെ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പരിഭാഷപ്പെടുത്തുന്ന പ്രിയ സാംസനങ്ങളിലും പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രിയപ്പെട്ടവനും ആവശ്യമായുള്ള എല്ലാ കൃപയും കൊടുക്കണേ കർത്താവെ. അങ്ങനെ കർത്താവെ, ആദ്യോടന്തം ദൈവമേ ഈ മീറ്റിങ്ങിനെ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങളെ ദൂരെ നിന്നും കേൾക്കുന്നതായ അനേകരുണ്ട് കർത്താവ്. ദൈവമേ അവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ ദൈവമേ ഇന്നത്തെ വചന കേൾവി ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രയോജനമായി തീരുവാൻ സഹായിക്കണം. അവിടുന്ന് അടിയങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേടനായ സ്തോത്രം എല്ലാം യേശു കർത്താവിന്റെ നാമത്തിൽ ഏറ്റവും താഴ്മയായി സമർപ്പിച്ചു. ആമേൻ. ഗുഡ് ഈവനിങ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് ഈ നിലയിൽ സഭയായി കൂടി വരുവാൻ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ ഒരാഴ്ചത്തെ നമ്മുടെ ബന്ധപ്പാടിൽ നിന്ന് കഴിഞ്ഞ് ഇന്ന് ഈ ആഴ്ചയുടെ അവസാന രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ സഭയായി ഇത്ര പേർക്ക് കൂടി വരുവാനായിട്ട് ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനവും സ്വാഗതവും ഈ മീറ്റിലേക്ക് അറിയിക്കുന്നു. പ്രത്യേകാൽ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നമുക്ക് ദൈവവചന പഠനത്തിലുള്ള ബന്ധത്തിലായിരുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിലുള്ള ബന്ധത്തിൽ ഉള്ള അനേക കാര്യങ്ങൾ നമുക്ക് ദിവസങ്ങൾ പഠിക്കുവാൻ സഹായിച്ചു. പ്രത്യേകാൽ തോമസ് അങ്കിളും നമ്മുടെ മധ്യത്തിൽ ഇന്ന് രാത്രിയിലുമുണ്ട്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കഴിഞ്ഞ 1991 മുതൽ കർത്താവിൻ്റെ വേലയിൽ താനായിരിക്കുന്നു. മുംബൈയുടെ പ്രദേശങ്ങളിലും അതുപോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും കഴിഞ്ഞ നാളുകളിൽ ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിലൊക്കെ തന്നെ ദൈവം വളരെ എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഒപ്പം ആയിരിക്കുവാൻ ദൈവം കൃപ ചെയ്തോർത്ത് പ്രത്യേക ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ തോമസ് അങ്കിളിനെ ഫിലഡൽഫിയ ഗോസ്പൽ ഹാളിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വിസിറ്റേഴ്സായിട്ട് കടന്നു വന്ന പല പ്രിയപ്പെട്ടവരുണ്ട്, അവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൂമിൽ കൂടെ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്, അവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഇനിയുമുള്ള 8 മണി വരെയുള്ള സമയം റോമാലേഖനം 8-ാം അധ്യായത്തിനുള്ള ബന്ധത്തിൽ ഉള്ള തുടർ പഠനമാണ് നമ്മളായിരിക്കുന്നത്. ദൈവസന്നിധി വളരെ പ്രാർത്ഥനയോടും ഭയത്തോടും നമ്മൾ ആയിരിക്കാം. വാസ്തവമായി നമ്മളോട് ദൈവം ഇന്ന് രാത്രിയിൽ സംസാരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ മെസ്സേജ് ഇംഗ്ലീഷിലാണ് അങ്കിൾ എടുക്കുന്നത്, മലയാളത്തിലോട്ട് സാംസൺ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും. അവർ രണ്ടുപേരെയും നമുക്ക് ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുന്നത് രാത്രികാലം നമുക്ക് ആവശ്യമായിട്ടുള്ള വചനം ലഭിക്കുവാനും അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാനും ദൈവം ആ നിലയിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Greetings to all of you in the blessed name of our Lord and our Savior Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. I praise God for this time the Lord has given to all of us to come together for the study of God's word.
ദൈവവചനത്തിൽ മുമ്പിൽ ഇരിക്കുവാനും അത് ശ്രവിക്കുവാനും ദൈവം ഒരു അവസരം തന്നു. അതിന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. May the time that we are spending together in the presence of God be beneficial to all of us spiritually, and let it be for the glory of God also. ദൈവനാമ മഹത്വത്തിനും അതുപോലെ ആത്മീയമായ വളർച്ചയ്ക്കും നമ്മുടെ ദൈവവചന പഠനം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. In India, as it was announced, I am based in Mumbai. ഞാൻ മുംബൈയിൽ ആണ് ആയിരിക്കുന്നത്. Originally, I am from Kerala, as you know. ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. In Kerala, I belong to Pandalam. പന്തളം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. But for the past many years, we are in Mumbai. എന്നാൽ അനേക വർഷങ്ങളായിട്ട് ഞങ്ങൾ ബോംബെയിലായിരിക്കുന്നു. Now, for the past 34-35 years, we have been in the ministry. കഴിഞ്ഞ 34-35 വർഷമായിട്ട് ദൈവ ശുശ്രൂഷയിലായിരിക്കുന്നു. Though I said that I am in Mumbai, last 2 years I am in Kerala to be with my mother who is aged. എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ കേരളത്തിലായിരിക്കുന്നു. മാതാവ് പ്രായം അധികത്തിലായിരിക്കുന്നു. ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ ആയിരിക്കുന്നു. But I keep going between Kerala and Mumbai and continuing with the ministry in Mumbai also. ഞാൻ കേരളത്തിൽ പോവുകയും അത് മാത്രമല്ല ബോംബെയിലേക്ക് മടങ്ങി പോവുകയും അങ്ങനെ ദൈവവേലയിൽ ആയിരിക്കുന്നു. This is my first visit to US. ഞാൻ ആദ്യമായിട്ടാണ് അമേരിക്കയിലേക്ക് കടന്നു വരുന്നത്. And this visit is in connection with the FIBA conference that got over just last week. കഴിഞ്ഞ ആഴ്ച ഫീബ കോൺഫറൻസ് കഴിഞ്ഞു. അതിനോടനുബന്ധിച്ചാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. And the brothers have kindly arranged meetings in other assemblies also. എന്നാൽ സഹോദരന്മാർ മറ്റ് സഭകളിലും ഒക്കെ മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്തു. Thus till the end of September I'll be taking ministries in various places. സെപ്റ്റംബർ വരെ ഞാൻ വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുന്നു. You may kindly pray for all this journeys and ministries in various areas. പല സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോഴും അത് മാത്രമല്ല ശുശ്രൂഷിക്കുമ്പോഴും ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. I'm thankful to God for this time the Lord has given me to be among you, to meet you and to minister to you. നിങ്ങളെ കാണുവാനും അത് മാത്രമല്ല ശുശ്രൂഷിക്കുവാനും ദൈവം അവസരം തന്നു. അതിനോടനുബന്ധിച്ച് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കും. When I am thankful to God, I am thankful to the dear brethren here, to the assembly and the responsible brethren in the assembly for arranging these special meetings. ഈ സഭയിലുള്ള ചുമതലപ്പെട്ടവർ ഇങ്ങനെയുള്ള ശുശ്രൂഷ അറേഞ്ച് ചെയ്തതിന് നന്ദി കരയറ്റുന്നു. From Wednesday we have been in Romans chapter 8. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ നാം റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Even in this physical meeting we will be continuing with that same topic. ഇന്ന് ഫിസിക്കൽ എല്ലാവരും ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ അത് തുടരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. I hope all of you have been listening to me on Zoom. സൂമിൽ കൂടെ നിങ്ങൾ എല്ലാവരും ശ്രവിച്ചുകൊണ്ടിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. I had mentioned about the importance of Romans 8. ഞാൻ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. And after that we have been going through all those verses there. അതിനുശേഷം ഓരോ വാക്യങ്ങൾ കൂടി നാം കടന്നു പോവുകയായിരുന്നു. In the first 4 verses we saw about the Christian liberty. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ആദ്യത്തെ 4 വാക്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത്. And after that from 5 on we have seen about the 2 paths, that is the path after the spirit and the path after the flesh being contrasted. 2 പാതകളെ കുറിച്ച് അതിനുശേഷം പരാമർശിച്ചിരിക്കുന്നു. ആത്മാവിന്റെ പാത അതുപോലെ ജഡത്തിന്റെ 2 പാതകളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. And after that in our last class together, that is the 3rd class, we have been in from verse 10 on till verse 17. 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നലെ നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. There we saw about the indwelling of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള കാര്യമാണ് നാം കണ്ടത്. Every believer is indwelt by the Holy Spirit. ഓരോ വിശ്വാസികളുടെയും ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. And we have been looking at the blessings that's in connection with that indwelling. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അതിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നാം കണ്ടു. I had mentioned about 6 things. I'm not going to repeat that. 6 കാര്യങ്ങളാണ് നാം അതിനെ കുറിച്ച് നാം കണ്ടത്. അത് ഞാൻ വീണ്ടും പറയുന്നില്ല. See, one thing we should remember is this indwelling is special to the New Testament believers. പുതിയ നിയമ വിശ്വാസികൾക്ക് പ്രത്യേകതരമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. Old Testament saints did not have this blessing. പഴയ നിയമ വിശ്വാസികൾക്ക് ഇങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വസിച്ചിരുന്നില്ല. Abraham did not have it. അബ്രഹാമിന് അത് ഉണ്ടായിരുന്നില്ല. David did not have it. ദാവീദിന് അത് ഉണ്ടായിരുന്നില്ല. When we say that, what a blessing it is for you and I to say that the Spirit indwells us. നാം വളരെ അനുഗ്രഹീതരായിട്ടുള്ള വ്യക്തികളാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. Now when we consider this, we should not think of it some abstract theories or doctrines. നാം മനസ്സിലാകാത്ത ചില തത്വങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല നാം പറയുന്നത്. It should be appropriated in our experience, in our day-to-day life. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് പ്രായോഗികമാകുന്ന വിധത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത്. We should be able to rejoice in these truths. നാം ഈ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നാം സന്തോഷിക്കേണ്ടതാണ്. And that is why God is giving us opportunities like this to consider these truths together. ദൈവം ഇങ്ങനെയുള്ള അവസരങ്ങൾ തരുന്നത് ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. May the Lord help us, that the Lord may continue to help us as we look into the verses following. തുടർന്നുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. Today we will be considering from verse 18 on till verse 27. ഇന്ന് നാം 18-ാം വാക്യം മുതൽ 27-ാം വാക്യം വരെ നോക്കുകയാണ്. Romans chapter 8 verses 18 to 27. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. To begin with, we will read only verse 18. തുടക്കത്തിൽ നാം ഒരു വാക്യം 18-ാമത്തെ വാക്യം മാത്രം വായിക്കുന്നു. For I reckon that the sufferings of the present time are not worthy to be compared with the glory which shall be revealed in us. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. Now here Paul is telling about the sufferings in the present time. ഇപ്പോൾ നാം അഭിമുഖീകരിച്ചിരിക്കുന്ന കഷ്ടങ്ങളെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. And in the verses following till verse 27, he is elaborating on that same topic. 19 മുതൽ 27 വാക്യത്തിൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. So we should remember that in verse 17 he had brought that topic before us. 17-ാം വാക്യത്തിലാണ് ആ വിഷയം കൊണ്ടുവന്നിരിക്കുന്നത്. Notice verse 17. 17-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. And if children, then heirs of God and joint heirs with Christ, if so be that we suffer with him, that we may be also glorified together. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. We suffer with him. നാം അവനോടുകൂടി കഷ്ടം അനുഭവിക്കുന്നു. And we shall be glorified together with him. അത് മാത്രമല്ല നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടും. Suffering and glory brought together in one verse. തേജസ്സും കഷ്ടതയും ഒരു വാക്യത്തിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. Now from verse 18 onwards, Paul is elaborating on that. 18 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് താൻ വ്യാഖ്യാനിക്കുന്നു. While we were considering from chapter 8 verse 1, നാം 8:1 നാം വിചാരിച്ചാൽ, I hope you have noticed how one passage leads to the next. ഒരു വാക്യം അല്ലെങ്കിൽ ഒരു ഭാഗം മറ്റുള്ള ഭാഗത്തെ കുറിച്ച് തുടർമാനമായിട്ട് അത് പറഞ്ഞിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. Notice verses 1 to 4. നാം 1 മുതൽ 4 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ There the topic was Christian liberty. അവിടെ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. In verse 4, 4-ാമത്തെ വാക്യത്തിൽ he mentioned about the flesh and the spirit. 4-ാമത്തെ വാക്യത്തിൽ ജഡത്തെ കുറിച്ചും ആത്മാവിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. I hope you noticed that. നിങ്ങളത് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. Flesh, walking after the flesh and after the spirit. നാം ജഡത്തിന് പിന്നാലെ പോകുന്നു, അതുപോലെ ആത്മാവിന് പിന്നാലെ പോകുന്ന കാര്യം പറയുന്നു. So flesh and the spirit was brought before us at the end of the earlier passage. നാം ഇതിന്റെ മുൻപുള്ള വാക്യത്തിൽ ജഡത്തെ കുറിച്ചും ആത്മാവിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. Then from verse 5 onwards he is contrasting that two parts. 5 മുതലുള്ള വാക്യത്തിൽ ഇതിന്റെ വ്യത്യസ്തതയെ കുറിച്ച്, ജഡസ്വഭാവത്തിനെ കുറിച്ചും ആത്മസ്വഭാവത്തെ കുറിച്ചുള്ള വ്യത്യാസം പറയുന്നു. Then when you come to verse 9, നാം 9-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ he mentioned about the dwelling of the Holy Spirit in the believer. ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന കാര്യം പറയുന്നു. That is the last verse. Verse 9 is the last verse in that passage, 5 to 9.
അവിടെ 5 മുതൽ 9 വരെയുള്ള വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. So at the end he mentions about the dwelling of the Holy Spirit. അവസാനം അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കാര്യം പറയുന്നതായിട്ട് കാണുവാൻ. Then he took up that topic and elaborated from verse 10 on till verse 17. അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് 10 മുതൽ 17 വരെയുള്ള വാക്യത്തിലാണ്. Then in verse 17 he mentioned about the sufferings and glory. 17ൽ കഷ്ടതയെക്കുറിച്ചും തേജസ്കരണത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. 18 to 27 he is elaborating on those. പിന്നീട് 18 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നു. I hope you understood the thought process of Apostle Paul while he is writing. അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതുമ്പോൾ തന്റെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്ത നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. There is an order there. അവിടെ ഒരു ക്രമമായിട്ട് കാര്യങ്ങൾ പറയുക. One leading to the next. ഒന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ തുടർച്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. When we study an epistle or when we study a chapter, it is essential for us to understand this order, this pattern that is there in the text. നാം ഈ ഒരു അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ക്രമം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. Now look at verse 18. 18ാമത്തെ വാക്യം നോക്കാം. From 18 to 27, the title that I have given is Believers' Attitude to Sufferings. വിശ്വാസികൾ കഷ്ടതയെക്കുറിച്ച് അവരുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് അവിടെ അതാണ് തലക്കെട്ട്. Believers' Attitude to Sufferings. വിശ്വാസികളുടെ മനോഭാവം കഷ്ടതയെ ആസ്പദമാക്കി അവരുടെ മനോഭാവം. See, while we live in this world, well, we have sufferings. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടതകൾ ഉണ്ട്. I hope all of you will agree with that. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. We all have our own share of our own portion of sufferings. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള കഷ്ടങ്ങളുണ്ട്. It differs from person to person, no doubt. ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് In its nature, in its measure, it may differ. അതിന്റെ അളവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണെന്ന് കാണുവാനായിട്ട് കഴിയും. But all of us have got sufferings in our life. എന്നാൽ എല്ലാവർക്കും കഷ്ടങ്ങളുണ്ട്. I often say like this. ഞാൻ ഇങ്ങനെ സാധാരണ പറയാറുണ്ട്. If somebody come and say, "Oh brother, I don't have any sufferings at all." സഹോദര, എനിക്ക് യാതൊരു കഷ്ടം എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ that itself is a suffering. അത് തന്നെ ഒരു കഷ്ടതയാണ്. That itself is a problem. അത് തന്നെ ഒരു പ്രശ്നമാണ്. Because we need sufferings in our life. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ആവശ്യമുണ്ട്. That's why the Lord allows sufferings in our life. അതുകൊണ്ടാണ് കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത്. Bible very clearly tells that we are not only called to believe on him but to suffer for his name. നാം അവനിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല കഷ്ടം അനുഭവിക്കുവാൻ കൂടി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. And Paul and Barnabas told the believers that we have to go through many tribulations in this path toward the kingdom of God. നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പാതയിൽ കൂടെ നാം കടന്നു പോകേണ്ടതാണെന്ന് പൗലോസും ബർന്നബാസും പറയുന്നു. So there are sufferings, problems in our life. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. Even Peter also tells that when something like that happens in our life, don't think that some strange thing happened in your life. നിങ്ങൾക്കൊരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുതെന്ന് പത്രോസ് പറയുന്നു. So it's expected in our life. നമ്മുടെ ജീവിതത്തിൽ അത് പ്രതീക്ഷിക്കാവുന്നതാണ്. Very often we say like this. നാം പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. There are 3 kinds of suffering. 3 തരത്തിലുള്ള കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. It's based on Exodus chapter 3 and verse 7. പുറപ്പാട് പുസ്തകം 3ന്റെ 7ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ഇത് പറയുന്നത്. There we see the Lord coming and speaking to Moses. യഹോവ മോശയോട് സംസാരിക്കുന്നു. The Lord is telling about the suffering of the people in Egypt. മിസ്രൈമിലുള്ള അവരുടെ ജനതയിൽ അവരുടെ കഷ്ടതയെക്കുറിച്ച് അവിടെ സംസാരിക്കുകയാണ്. He says that I have heard their cry. ഞാൻ അവരുടെ കഷ്ടത കേട്ടു. I have seen their affliction. ഞാൻ അവരുടെ ബുദ്ധിമുട്ട് ഞാൻ കണ്ടു. I know their suffering. അവര് കഷ്ടതയിലായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Notice that 3 things. നിങ്ങൾ 3 കാര്യം കണ്ടു. I heard, ഞാൻ കേട്ടു. I have seen, ഞാൻ കണ്ടു. and I know. And I know. അത് എനിക്ക് അറിയാമെന്ന് പറയുന്നു. Now look at the first one. I have heard their cry. ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം. ഞാൻ കേട്ടു. The people might have cried and prayed to the Lord for deliverance. അവര് കരഞ്ഞു പ്രാർത്ഥിച്ചു, അതുപോലെ യഹോവയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. They might have shared one another also and the Lord heard it. അത് മാത്രമല്ല മറ്റുള്ളവരോട് അത് പറഞ്ഞപ്പോൾ ദൈവം അത് കേട്ടു. So there are problems
which we can share with one another and with God. നമുക്ക് കഷ്ടത വരുമ്പോൾ നാം മറ്റുള്ളവരോട് പറയുകയും അത് മാത്രമല്ല ദൈവത്തോടു കൂടെ പറയുകയും ചെയ്യുന്നു. Problems that we can share with others. മറ്റുള്ളവരോട് നമ്മുടെ പ്രശ്നങ്ങൾ നാം പറയുന്നു. So the Lord says, I have heard. ദൈവം പറയുകയാണ് കഷ്ടത ഞാൻ കേട്ടു. The second thing we saw was, I have seen. രണ്ടാമത് പറയുന്നത് ഞാൻ കഷ്ടത കണ്ടു. There are sufferings which we cannot tell others. നമ്മുടെ കഷ്ടത മറ്റുള്ളവരോട് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. We keep it with ourselves. നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ വെക്കുകയാണ്. And we keep it in ourselves, but it is seen very much outwardly. നാം നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകുന്നു. Expressions outwardly shows very clearly that we are storing up problems within us. അവരുടെ മുഖഭാവം കാണുമ്പോൾ മനസ്സിലാകും അവർ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നു. Probably somebody might have come to you and said, brother, what's your problem? You look very sad. നാം പലപ്പോഴും ചോദിക്കാൻ സഹോദര എന്ത് പറ്റി ഇതിന്റെ മുഖം വാടിയിരിക്കുന്നു എന്ന് ചോദിക്കും. And then you may say, it's okay, brother, I'm okay. സഹോദരൻ പറയും ഒരു കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണെന്ന് പറയും. So there are problems that we cannot share with others. നമ്മുടെ കഷ്ടത നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയുവാനായിട്ട് സാധ്യമല്ല. But it is seen outwardly. എന്നാൽ പുറമേ നമുക്ക് കാണുവാനായിട്ട് കഴിയും. So the Lord there said, I have seen. കർത്താവോട് പറയുകയാണ് ഞാൻ അത് കണ്ടു. The third thing the Lord said is, I know. മൂന്നാമത്തെ കാര്യം ദൈവം പറയുകയാണ് ഞാൻ അറിയുന്നു. Some kind of suffering when we have within us in our lives, we try to pretend as if there is nothing at all. നമ്മുടെ ജീവിതത്തിൽ പല കഷ്ടതകൾ ഉണ്ടെങ്കിൽ നാം നാം ഇങ്ങനെ നടിക്കുകയാണ് നമുക്ക് കഷ്ടത ഇല്ല എന്ന്. We put a smile on our face and pretend as if everything is okay. നാം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നമുക്ക് എല്ലാം ശരിയായിരിക്കുന്നു, എല്ലാം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് നാം പറയുന്നു. Nobody will come and ask, what's your problem, brother? മറ്റുള്ളവർ ആരും ഇങ്ങനെ കടന്നു വന്ന് എന്താണ് പ്രശ്നമെന്ന് പറയുകയില്ല. Sadness will not be seen outwardly at all. പുറമേ നിങ്ങളുടെ മുഖത്ത് മ്ലാനത കാണുകയില്ല. The Lord says, I know. Even those things that you hide, I know. നീ മറച്ചു വെച്ചാലും ഞാൻ അറിയുന്നു എന്ന് ദൈവം പറയുന്നു. What I'm trying to say is, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, there are problems we can share one another. നമുക്ക് പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. The problems that others can see on us. മറ്റുള്ളവർക്ക് നമ്മുടെ പ്രശ്നം മുഖഭാവം കാണുമ്പോൾ കാണുവാൻ കഴിയും. The problem we hide. നാം ചില പ്രശ്നങ്ങൾ നാം മറയ്ക്കുകയാണ്. So there are various kinds of suffering, various grades of suffering. പല നിലയിലുള്ള കഷ്ടതയാണ് നാം കാണുന്നത്. So we all have our share of portion of sufferings as we see. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കഷ്ടതയുടെ പങ്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്. But when you come to verse 18, rather this whole passage, we see what kind of attitude we ought to have as we pass through this problem. നാം ഇതിൽ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. In verse 18, 18ാമത്തെ വാക്യത്തിൽ we see the reckoning of the believers, or how believers reckon these things, account these things. ഈ കാര്യങ്ങളൊക്കെ കഷ്ടത വരുമ്പോൾ നാം എണ്ണുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. And from 19 onwards he gives the reasons for such reckoning. 19 മുതലുള്ള വാക്യത്തിൽ അതിന്റെ വ്യാഖ്യാനം, അതിന്റെ കാരണങ്ങളെ കുറിച്ച് പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. 19 to 27 he gives 3 reasons. We will come to that later. 19 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ 3 കാരണങ്ങൾ പറയുന്നു. Now look at verse 18. 18ാമത്തെ വാക്യം നോക്കാം. There he says, for I consider, or for I reckon. ഞാൻ എണ്ണുന്നു അവിടെ നിന്ന് പറയുന്നു. Or as we see in Malayalam, I count it like this. മലയാളത്തിൽ അത് എങ്ങനെ ഞാൻ എണ്ണുന്നു എന്ന് പറയുന്നു. For I consider that the sufferings of this present time are not worthy to be compared with the glory which shall be revealed in us. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. If you look at it, നിങ്ങൾ അത് നോക്കുമ്പോൾ there are 3 things that we can say about it. 3 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. Sufferings are common. കഷ്ടതകൾ സർവ്വസാധാരണമാണ്. Earlier I had mentioned that already. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. And secondly, രണ്ടാമത്, sufferings leads to glory. കഷ്ടത തേജസ്കരണത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ കഴിയും. Suffering is not a destination in itself, but it leads us to glory. കഷ്ടത തന്നെ അവിടെ അവസാനിക്കുന്നില്ല, എന്നാൽ തേജസ്സിലേക്ക് നമ്മളെ വഴി നടത്തുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. When we come to 1 Peter 1:11, 1 പത്രോസ് 1:11 വാക്യം വായിക്കുമ്പോൾ, about our Lord Jesus Christ, about his sufferings, Peter says,
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കഷ്ടതയെക്കുറിച്ച് പത്രോസ് ഇങ്ങനെ പറയുന്നു, that he suffered and entered into glory. താൻ കഷ്ടത അനുഭവിച്ചതിന് ശേഷം താൻ മഹിമയിൽ കടന്നു എന്ന് പറയുന്നു. Suffering leading to glory. കഷ്ടതയിൽ നിന്ന് തേജസ്സിലേക്ക് കടന്നു പോകുന്നു. So is for the believers also. അത് വിശ്വാസികൾക്കും ഉള്ളതാണ്. When we come to James chapter 1, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം, there James also says about the same truth. അതിനെക്കുറിച്ച് യാക്കോബ് ഇങ്ങനെ പറയുന്നു. There in verse 2 we read like this. 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, Chapter 1 verse 2, my brethren, count it all joy when ye fall into diverse temptation. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ സന്തോഷിപ്പീൻ. Yeah, count it all joy. നിങ്ങളത് അതല്ല, അത് സന്തോഷമെന്ന് നിങ്ങൾ എണ്ണണം. Now Paul is telling, I consider, or I count it all joy. ഇവിടെ പൗലോസ് പറയുകയാണ്, കഷ്ടത ഞാനത് സന്തോഷമായിട്ട് എണ്ണുന്നു. Now when you come to James 1, എന്നാൽ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വരുമ്പോൾ, the reason for counting it all joy is the experience or the perfection that the sufferings gives in one's own life. കഷ്ടതയിൽ കൂടെ പരിപൂർണതയിലേക്ക് പോകുന്നത് മുഖാന്തരം താൻ സന്തോഷിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. But when you come to Romans chapter 8, എന്നാൽ റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, in the portion that we are considering, നാം ഈ വാക്യം നോക്കുമ്പോൾ, he is not considering the present, but he is looking to the future. താൻ വർത്തമാനകാലത്തെ കുറിച്ചല്ല, ഭാവി മുമ്പോട്ടുള്ള കാലത്തെ കുറിച്ചാണ് താൻ നോക്കുന്നത് കാണുവാനായിട്ട് This കഴിയും. suffering leads to glory. ഈ കഷ്ടത നമ്മളെ തേജസ്സിലേക്ക് വഴി നടത്തുന്നു. Sufferings are common. കഷ്ടത സാധാരണമാണ്. It leads to glory. ഇത് തേജസ്സിലേക്ക് വഴി നടത്തുന്നു. And the third thing is, if you compare the glory that's going to come to the sufferings in the present suffering is nothing, it's negligible. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. These are the great statements that Paul makes about his attitude to the suffering. വലിയ പ്രസ്താവനയാണ് തന്റെ കഷ്ടതയെക്കുറിച്ചുള്ള മനോഭാവത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. I consider it thus. ഞാൻ ഇങ്ങനെ എണ്ണുന്നു എന്ന് താൻ പറയുകയാണ്. Coming back to James chapter 1, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നാം കടന്നു വരുമ്പോൾ, as we just now referred to, it says, count it all joy. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി ഇതെല്ലാം അങ്ങനെ എണ്ണണം എന്ന് പറഞ്ഞതായിട്ട് കാണുവാനായിട്ട് കഴിയും. Whatever happens in your life, count it all joy. നിങ്ങളുടെ വിവിധ പരീക്ഷകൾ വരുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പിൻ. The next word is, that is the beginning of verse 2, 3 I think, knowing. അതിനുശേഷം നിങ്ങൾ അറിയുന്നു എന്നുള്ള കാര്യം പറയുന്നു. Yeah, count it all joy, knowing. നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങൾ ഇത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ കാര്യം അറിഞ്ഞിരിക്കുന്നു. We know because we see these truths in the scripture. നിങ്ങൾ അറിയുന്നു എന്തുകൊണ്ടെന്നാൽ ദൈവവചനത്തിൽ നിന്നുള്ള സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. We know about the suffering because we have the illustrations, examples of saints who have suffered in the scripture. കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസികൾ അല്ലെങ്കിൽ പിതാക്കന്മാർ കഷ്ടതയിൽ കൂടെ കടന്നു പോയത് കാര്യം നമുക്കറിയാം. So count it all joy, knowing. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നുണ്ട് കഷ്ടത വരുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പിക്കും. It's not considering blindly certain things. നാം കണ്ണടച്ചുകൊണ്ട് അത് വിശ്വസിക്കുകയല്ല. But knowing the scriptures, knowing the truths, we are considering this. നാം ദൈവവചനം അറിഞ്ഞിരിക്കുകൊണ്ട് ഈ സത്യങ്ങൾ അറിഞ്ഞിരിക്കുകൊണ്ട് നാം സന്തോഷിക്കണം. So these are the three things that he says about the suffering. കഷ്ടതയെ കുറിച്ച് 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. It's common. ഇത് സാധാരണമാണ്. Leads to glory. ഇത് തേജസ്സിലേക്ക് നയിക്കുന്നു. Suffering compared to the glory is negligible. അത് മാത്രമല്ല, നാം വരും കാലങ്ങളിലുള്ള തേജസ് വിചാരിച്ചാൽ ഇതൊന്നുമില്ല, സാരമില്ല എന്ന് നാം എണ്ണുന്നു. Now, how we can be sure that the glory that's going to come shall be exceedingly great in comparison to the sufferings? നാം വരും കാലങ്ങളിലുള്ള നമ്മുടെ തേജസ് ഇപ്പോഴത്തെ കഷ്ടതയേക്കാൾ വലുതാണ് എങ്ങനെ നമുക്കറിയാൻ സാധിക്കും? From verse 19 onwards, Paul is explaining. 19 മുതലുള്ള വാക്യം നാം വായിക്കുമ്പോൾ പൗലോസ് അത് വ്യാഖ്യാനിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. Let's try to explain those portions. ആ കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. Coming to 19 to 22, first of all, 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. he is giving the reasons why we can consider that the glory that's going to come shall be far greater than the sufferings now.
വരുംകാലങ്ങളുള്ള തേജസ് അത്യധികമായിരിക്കുന്നു. ഇപ്പോഴത്തുള്ള കഷ്ടങ്ങൾ നോക്കിയാൽ അത് സാരമില്ല എന്നുള്ള കാര്യം 19 വാക്യത്തിൽ അത് വ്യാഖ്യാനിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. As I said, considering the glory, the present suffering is nothing. നമ്മിൽ വെളിപ്പാടുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. Glory shall be superior, far superior. തേജസ് ഏറ്റവും ഏറ്റവും ഉന്നതമായിരിക്കുന്നു. How you can be sure? എങ്ങനെ നമുക്കത് പറയുവാനായിട്ട് സാധിക്കും? The first reason, ഒന്നാമത്തെ കാരണം ഇതാണ്, verses 19 to 22. 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. Notice how verse 19 begins. 19ാമത്തെ വാക്യം എങ്ങനെ തുടങ്ങുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. For. അതുകൊണ്ട് In English it starts with that word for. ഇംഗ്ലീഷിൽ ഫോർ അല്ലെങ്കിൽ അതുകൊണ്ട് പറയുന്നു. That means he is going to give the reason for what he told before. നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ കാരണം പറയുകയാണ്. Now let us read till verse 22. 19 മുതൽ 22 വാക്യം വായിക്കാം. For the earnest expectation of the creation eagerly waits for the revealing of the sons of God. For the creation was subjected to futility, not willingly, but because of him who subjected it in hope. Because the creation itself also will be delivered from the bondage of corruption into the glorious liberty of the children of God. For we know that the whole creation groans and labors with birth pangs together until now. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോട് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ സർവ്വ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. Here Paul tells about the creation. ഇവിടെ പൗലോസ് സൃഷ്ടിയെ കുറിച്ച് പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. There in verse 22 it says creation groans. ഇവിടെ സൃഷ്ടി എല്ലാം ഞരങ്ങുന്നു എന്ന് പറയുന്നു. And what is the reason? അതിന്റെ കാരണം എന്താണ്? When you look at verse 19 it says that the creation was subjected to futility. ഇവിടെ നാം തേജസ് നാം മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. All creation is under vanity, under futility. എല്ലാ സൃഷ്ടിയും മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. Not willingly, but its creator has subjected it to vanity. അങ്ങനെ മനഃപൂർവ്വമായിട്ടല്ല, അങ്ങനെ മായയ്ക്ക് കീഴ്പ്പെടുത്തിയാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. This refers to what we have in Genesis chapter 3. ഇത് ഈ പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പരാമർശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. There in verses 17 and 18, അവിടെ 17ഉം 18ഉം വാക്യം നാം വായിക്കുമ്പോൾ, after the original fall, ആദ്യത്തെ വീഴ്ചയ്ക്ക് മുൻപ് we see the curse which God pronounces unto Adam. അവിടെ ദൈവം അവരെ ശപിക്കുന്നത്, ആദാമിനെ ശപിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. God says that because of you the earth is cursed. നീ മുഖാന്തരം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആദാമിനോട് പറയുന്നു. You see, this earth was put under Adam. ആദാമിന്റെ കാൽ കീഴിലാണ് ഈ ഭൂമി കൊടുത്തിരുന്നതെന്ന് കാണുവാനായിട്ട്. Adam was made the ruler over all these things. ഈ കാര്യങ്ങളൊക്കെ ഭരിക്കുവാനായിട്ട് ആദാമിനെ ഏൽപ്പിച്ചിരുന്നു. In the place of God, well, he was supposed to exercise authority, dominion. ദൈവം തന്റെ അധികാരം ഉപയോഗിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയും. But then he fell in sin. എന്നാൽ ആദാം പാപത്തിലേക്ക് വീണു. When the ruler fell in sin, അവിടെ അധികാരി പാപത്തിൽ വീണപ്പോൾ his kingdom, the creation, that also was ruined. അത് മാത്രമല്ല, സൃഷ്ടിയും അങ്ങനെ അത് മായയ്ക്ക് കീഴ്പ്പെട്ടു എന്ന് കാണുവാൻ കഴിയും. The effect of the sin affected the creation also. അവിടെ പാപത്തിന്റെ പരിണിത ഫലം മുഖാന്തരം സൃഷ്ടിക്കും അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. So God says, because of you the earth is cursed. നീ മുഖാന്തരം ഈ ഭൂമിയും ശപിക്കപ്പെട്ടിരിക്കുന്നു. It is not going to produce as it should. അത് ഫലം പുറപ്പെടുവിക്കേണ്ട ആ രീതിയിൽ പുറപ്പെടുവിക്കുന്നില്ല എന്ന് പറയുന്നു. You will have to sweat if you want to get something from it. നീ അധ്വാനിച്ച് നീ വേർപൊഴുക്കി ചില കാര്യങ്ങൾ നീ അധ്വാനിച്ച് ഫലം കിട്ടുമെന്ന് പറയുന്നു. It is only going to produce thorns and thistles. അവിടെ മുള്ളും പറക്കാരെ മാത്രം ഉണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയും. Those things are familiar to us. We don't have to go and read it. നാം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഇത് വായിക്കേണ്ടതായിട്ടില്ല. So there we see that the world, or rather the earth, the whole creation was
put under the curse. അവിടെ സർവ്വ സൃഷ്ടിയും അവിടെ നമുക്ക് കേഴ്സിന് അധീനതായിരിക്കുന്നു കാണുവാനായിട്ട് കഴിയും. Now Paul is referring to that. അത് പൗലോസ് ഇവിടെ പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. Creation is subjected to futility. ഇവിടെ സൃഷ്ടി സകലവും മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. And now it is groaning. ഇപ്പോൾ ഞരങ്ങുന്നു എന്ന് കാണുന്നു. Creation groans and labors with birth pangs together until now. അവിടെ മായയ്ക്ക് കീഴ്പ്പെട്ടതിന് ശേഷം അവിടെ ഞരങ്ങുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. When you look around these days, നാം ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ, well, we see that groaning, the travail increasing everywhere. ഇപ്പോൾ ഈറ്റ് നോവ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. Think about the natural calamities that are happening. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണ്? Earthquakes, tsunamis and all those things. ഭൂമികുലുക്കം, സുനാമി, അങ്ങനെയുള്ള കാര്യങ്ങൾ. Think about the pandemic that we go through. നാം കടന്നുപോയ പാൻഡമിക്, കോവിഡിനെ കുറിച്ച് നമുക്കറിയാം. You see, these are things that we had never heard about, before. നാം ഇത് മുൻപേ ഇതിനെ കുറിച്ച് കേട്ടിട്ടില്ല. But in recent years we see that every day. എന്നാൽ ഈ കാലങ്ങളിൽ ഇത് എല്ലാ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. We can say that the cry of that groaning or that birth pangs we hear more clearly nowadays. ഈ ദിവസങ്ങളിൽ ഈറ്റ് നോവിന്റെ ഞരക്കം നാം എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നു. In verse 20, 20ാമത്തെ വാക്യം വായിക്കുമ്പോൾ, it tells that this subjection is not without hope. ഇത് പ്രത്യാശയ്ക്ക് ഭംഗം ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. This subjection or the creation was put under this vanity. It was not without hope. അത് പ്രത്യാശ ഇല്ലാത്തതല്ല, ഈ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന പ്രത്യാശ ഇല്ലാത്തതല്ല എന്ന് കാണുവാനായിട്ട് കഴിയും. Coming back to chapter 3, 3ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Before God uttered those curse upon the creation, ദൈവം ശപിക്കുന്ന ഈ സൃഷ്ടിയോട് ശപിക്കുന്നതിന് മുമ്പായിട്ട് he tells about the seed of the woman. അവിടെ സ്ത്രീയുടെ സന്തതിയെ കുറിച്ച് പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. In verse 15 we have it. 15ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. That's a promise about the redemption. അവിടെ ഒരു വാഗ്ദത്തം, വീണ്ടെടുപ്പിന്റെ വാഗ്ദത്തത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. So because of the original fall, ആദ്യത്തെ വീഴ്ചയ്ക്ക് മുമ്പായിട്ട് everything was put under curse. എല്ലാം ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. After the fall, everything was put under the curse. വീഴ്ചയ്ക്ക് ശേഷം സകലതും ശപിക്കപ്പെട്ടു. But when that curse was put upon it, even before that, God gave the hope of redemption. ശപിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രത്യാശയ്ക്ക് വക ദൈവം നൽകി കൊടുത്തു എന്ന് കാണുവാനായിട്ട്. Now in this passage, Paul is telling that this all creation is waiting for that redemption. സകല സൃഷ്ടിയും ആ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ഇവിടെ കാണുവാനായിട്ട് കഴിയും. Look at verse 21. 21ാമത്തെ വാക്യം നാം വായിക്കുന്നത്, creation itself also will be delivered from the bondage of corruption into the glorious liberty of the children of God. ഇവിടെ നാം സർവ്വ സൃഷ്ടി ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റ് നോവ് എന്ന് നാം അറിയുന്നുവല്ലോ. നാം സകലം അത് വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. All creation is waiting for the deliverance from the bondage of corruption. മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് സകലതും വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. And that deliverance shall come only at the glorious liberty of the children of God. നമുക്ക് ലഭിക്കുന്ന വിടുതൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നാം തേജസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. The creation shall be delivered when the glorious liberty shall be given unto the children of God. ദൈവമക്കൾക്ക് ക്രിസ്തീയ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുമ്പോൾ ഈ ശാപത്തിൽ നമുക്ക് വിടുതൽ ലഭിക്കുമെന്ന് കാണുവാനായിട്ട് കഴിയും. I will put it a little more clearer. ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയട്ടെ. All creation is under bondage. സകല സൃഷ്ടിയും ശപിക്കപ്പെട്ടിരിക്കുന്നു. And it is waiting for a deliverance. ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നു. And when is the deliverance going to be? എന്നാണ് വിടുതൽ നമുക്ക് ലഭിക്കുന്നത്? And that deliverance for the creation happens when the children of God shall be liberated. ദൈവമക്കൾ വിടുതൽ പ്രാപിക്കുമ്പോൾ സകല സൃഷ്ടിയും വിടുതൽ പ്രാപിക്കുന്നു കാണുവാനായിട്ട് കഴിയും. The creation shall enjoy liberty when the children of God shall enjoy the liberty. ദൈവമക്കൾ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുമ്പോൾ സൃഷ്ടിക്കും ആ സ്വാതന്ത്ര്യം ലഭിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. The creation shall be delivered from the curse
when the children of God or God's people shall appear in glory. ആ ദൈവത്തിന്റെ മക്കൾ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ സൃഷ്ടിക്കും അതിന്റെ വിടുതൽ ലഭിക്കുമെന്ന് കാണുവാനായിട്ട് കഴിയും. That's the meaning of verse 21. അതാണ് 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. Or the whole creation is looking forward to the appearance of the children of God in glory. ദൈവത്തിന്റെ മക്കൾ തേജസ്സിലേക്ക് പോകുവാനായിട്ട് സൃഷ്ടി അത് കാത്തിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. The whole creation is looking forward to the appearance of the children of God in glory. ദൈവത്തിന്റെ മക്കൾ തേജസ്സിൽ വെളിപ്പെടുവാൻ വേണ്ടി സകല സൃഷ്ടിയും അത് നോക്കി പാർത്തിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. Notice this again. നമുക്ക് വീണ്ടും അത് നോക്കാം. When man fell, മനുഷ്യൻ വീണപ്പോൾ whole creation fell with him. സകല സൃഷ്ടിയും ശാപത്തിനടിയിലായി തീർന്നു. When the creation shall get the deliverance from it, എന്നാണ് സൃഷ്ടിക്ക് വിടുതൽ ലഭിക്കുന്നത്? when the children of God shall appear in glory. ദൈവത്തിന്റെ മക്കൾ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അത് ലഭിക്കും. And when is that going to happen? എന്നാണത് ലഭിക്കുവാൻ പോകുന്നത്? Now tell me, when is it going to happen? എന്നാണ് അത് ലഭിക്കുന്നത്? ഞാൻ പറയാൻ പോവുകയാണ്. Now when is it going to happen? എന്നാണത് ലഭിക്കുന്നത്? When the children of God shall appear in glory, when is it going to happen? ദൈവത്തിന്റെ മക്കൾ തേജസ്കരിക്കപ്പെടുമ്പോൾ അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? Turn to Colossians 3. Colossians chapter 3. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം Verse 4. 4-ാമത്തെ വാക്യം. When Christ, who is our life, shall appear, then shall ye also appear with him in glory. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. When shall this happen? എന്നാണ് സംഭവിക്കുന്നത്? We have been speaking all this time. I'm giving some time for you to speak also. നിങ്ങളും ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കണം. When shall this verse 3 happen? ഈ 3-ാമത്തെ എന്നാണ് സംഭവിക്കുന്നത്? It refers to what? ഇതിനെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? Mahutva Pratyakshada. It's not about the rapture. ഇത് ഉൾപ്രാവണത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. In the rapture, no glory shall be seen. The world will not know at all. ഈ ലോകം സംഭവിക്കുമ്പോൾ അവർക്കത് അറിയുകയില്ല. Here, verse 4 says about, you and I appearing in glory with him. ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ നാം തേജസ്സിൽ വെളിപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നു. The Lord Jesus Christ shall appear in glory in his glorious appearance. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. I hope you know the difference between the rapture and the glorious appearance. നിങ്ങൾ ഉൾപ്രാവണത്തെ കുറിച്ചും തേജസ്സിൽ വെളിപ്പെടുന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. The rapture, the Lord comes in the air and takes the church to be with him. ഉൾപ്രാവണത്തെ കുറിച്ച് യേശു ക്രിസ്തു മധ്യാകാശത്ത് വന്ന് സഭയെ ചേർക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. The world shall not know that. അത് ലോകം അവരെ അറിയുകയില്ല. It shall be a secret affair. അത് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ്. The world shall not see that glory. ലോകം അത് കാണുകയില്ല. Only you and I, the born again ones, will know that. കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ മാത്രം അത് അറിയും. And after 7 years, 7 വർഷത്തിന് ശേഷം he shall come with the saints. അത് നാം വിശ്വാസികൾ എല്ലാവരും ഭൂമിയിലേക്ക് കടന്നു വരും. With the Lord, the saints shall come to the earth. കർത്താവിനോട് കൂടെ വിശുദ്ധന്മാർ ഭൂമിയിലേക്ക് കടന്നു വരും. At that time, the whole world shall see him in his glory. ആ സമയത്ത് ലോകം എല്ലാം നാം തേജസ്സിൽ വെളിപ്പെടുന്ന അവര് കാണുമെന്ന് മനസ്സിലാക്കുന്നു. And we shall appear with him in glory. നാം അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. The world shall see us in glory. ലോകം നാം തേജസ്സോട് കൂടെ നമ്മളെ അവർ കാണും. And then the Lord shall set up his kingdom on the earth. ഈ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുമ്പോൾ കർത്താവ് സ്ഥാപിക്കുമ്പോൾ and that kingdom period shall be a time of blessing throughout the earth. അത് മാത്രമല്ല ആ സമയത്ത് നാം ഈ രാജ്യം തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവരാജ്യമായി തീരുമെന്ന് കാണുവാനായിട്ട് കഴിയും. Creation shall be delivered from the curse that was put upon it. ഈ സൃഷ്ടിക്ക് ഉള്ള ആ ശാപത്തിൽ നിന്ന് അവർ വിടുതൽ പ്രാപിക്കുമെന്ന് കാണുവാനായിട്ട് കഴിയും. So all creation
creation is looking forward to that. ഈ സൃഷ്ടി സകലതും തേജസ്സിൽ വെളിപ്പെടുന്നതിനെ കുറിച്ച് അവര് കാത്തിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് With കഴിയും. groaning, with travail, it is looking forward. അവർ ഞരങ്ങി ഈറ്റുനോവോട് ഇരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. Verse 19 says it eagerly waits. അവര് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് 19ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുവാൻ It's the കഴിയും. earnest expectation of the creation. അവര് അത് സൃഷ്ടി സകലതും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. If this is the earnest expectation of the creation, then that which is going to come shall be glorious. അത് നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അത് തേജസ്സിൽ നാം വെളിപ്പെടുന്ന കാര്യം അവിടെ കാണുവാനായിട്ട് കഴിയും. If that is glorious, then definitely the sufferings in that pathway is negligible. അന്നുള്ള തേജസ് നാം വിചാരിച്ചാൽ ഇപ്പോഴുള്ള കഷ്ടത സാരമില്ല എന്ന് നാം എണ്ണണം. How do we know that? അത് നാം എങ്ങനെ The മനസ്സിലാക്കും? creation is looking forward to that day. സൃഷ്ടി തന്നെ അതിനെ കുറിച്ച് കാത്തിരിക്കുന്നതായിട്ട് കാണുവാൻ If കഴിയും. the whole creation is looking forward for that, സകല സൃഷ്ടിയും അതിനെ അത് കാത്തിരിക്കുമ്പോൾ that's going to be glorious. അത് ഏറ്റവും തേജസ്കരി മഹിമയിലായിരിക്കും എന്ന് കാണുവാനായിട്ട് കഴിയും. We can neglect our present problem. നമ്മുടെ ഇപ്പോഴുള്ള കഷ്ടത സാരമില്ല എന്ന് നാം എണ്ണണം. So that is the first reason that Paul brings before the believer. ഇവിടെ ആദ്യത്തെ കാരണം പൗലോസ് വിശ്വാസികളോട് പറയുന്ന ഇതാണ്. He said that the glory is going to be superior. നമ്മുടെ തേജസ് ഏറ്റവും മെച്ചമായിട്ടുള്ള ഏറ്റവും ഉന്നതമാണെന്ന് പറയുന്നു. How do we know that? അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും? Creation waits for that day. സൃഷ്ടി അതിന് വിടുതലിനെ കാത്തിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. Now coming to the second one, രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം. 23 to 25. 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. Not only that, but we also who have the first fruits of the Spirit, even we ourselves groan within ourselves, eagerly waiting for the adoption, the redemption of our body, for we were saved in this hope. But hope that is seen is not hope, for why does one still hope for what he sees? But if we hope for what we do not see, we eagerly wait for it with perseverance. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നു. എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. See how the passage begins. ഇത് എങ്ങനെ തുടങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയും. Not only that, അത് മാത്രമല്ല എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. then he goes on to give another reason. അതിനുശേഷം വേറൊരു കാരണം പറയുകയാണ്. So that shows that at first he gave the first reason. ആദ്യമേ താൻ ഒരു കാരണം പറയുന്നു. Now he says not only that. അതിനുശേഷം അത് മാത്രമല്ല എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കാരണം പറയുന്നു. Now he tells about the believers, the hope of the believers. ഇവിടെ വിശ്വാസികളുടെ പ്രത്യാശയെ കുറിച്ച് പറയുന്നു. When you look at verse 23, there we have the mention of the groaning in connection with the believers also. വിശ്വാസികൾ ഞരങ്ങുന്നതിനെ കുറിച്ച് 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. Earlier he had told that the creation groaneth. ആദ്യം പറഞ്ഞു സൃഷ്ടി ഞരങ്ങുന്നു എന്ന് പറഞ്ഞു. Now in verse 23, even we ourselves groan within ourselves. അത് മാത്രമല്ല 23-ൽ നമ്മുടെ ശരീരത്തിൽ നാം ഞരങ്ങുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. And he tells we are groaning for what, like നാം എന്തിനു വേണ്ടിയാണ് ഞരങ്ങുന്നത് എന്ന് പറയുന്നു. the last portion, we eagerly wait for it. വളരെ ആകാംക്ഷയോടെ നാം കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. Or we are saved by the gospel of hope. നാം പ്രത്യാശയുടെ സുവിശേഷത്താൽ നാം രക്ഷിക്കപ്പെട്ടു. Now we are waiting for the experience of that hope with which we believed in the gospel. നാം സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നാം പ്രത്യാശിക്കുന്നു, അത് നാം കാത്തിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. And until then, Paul is telling that we are groaning within ourselves. ആ സമയം വരെ നാം നമ്മുടെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. Yesterday also we had referred to verse 23. ഇന്നലെ നാം 23-ാമത്തെ വാക്യം നാം കണ്ടു. We saw that phrase, first fruits of the Spirit. ഇവിടെ ആത്മാവെന്ന ആദ്യദാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. We are sure that we shall enter into this hope because the first fruits we have already received. നാം ഈ പ്രത്യാശയിലേക്ക് നാം കടന്നു വരും. എന്തുകൊണ്ടെന്നാൽ ആത്മാവെന്ന ആദ്യദാനം നമുക്ക് ലഭിച്ചിരിക്കുന്നു. Now I had explained that word first fruits. ഇവിടെ ഞാൻ ആദ്യദാനത്തെ കുറിച്ച് പരാമർശിച്ചു. When Spirit is
mentioned as the first fruit, it means there are many things that we are going to enjoy. ആത്മാവെന്ന ആദ്യദാനം എന്ന് പറയുമ്പോൾ അത് തുടക്കം മാത്രമാണ്. അനേക കാര്യങ്ങൾ നാം അനുഭവിക്കാൻ പോവുകയാണ്. When you come to the Old Testament, we see that word first fruit. പഴയ നിയമത്തിൽ നാം ആദ്യദാനത്തെ കുറിച്ച് നാം കാണുന്നുണ്ട്. Connection with Christ, we see it being applied. Christ, the first fruits. ക്രിസ്തു എന്ന ആദ്യദാനത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ Here കഴിയും. we see about the Spirit, the first fruits. ഇവിടെ ആത്മാവെന്ന ആദ്യദാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. Normally, first fruit is the first fruit that is taken from the field. ആദ്യ ഫലം എന്ന് പറയുമ്പോൾ നാം വിളവെടുപ്പിന്റെ ആദ്യ ഫലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. That assures that many more produce shall come out of that field. ആദ്യ ഫലം ലഭിച്ചു, അതിനുശേഷം അനേക ഫലം നമുക്ക് ലഭിക്കും എന്നാണ് അത് കാണിക്കുന്നത്. Now the Holy Spirit is given to us. നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമുക്ക് ലഭിച്ചു. As I said yesterday also, He is given to us as an advance payment. നമുക്ക് ആത്മാവെന്ന അച്ചാരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. We know what is an advance payment. എന്താണ് അച്ചാരം എന്ന് പറയുന്നത്? If you want to buy something, well, you pay an advance payment, assuring that you will really make that deal. നാം എന്തെങ്കിലും ഒരു വസ്തു വക വാങ്ങിക്കുമ്പോൾ അഡ്വാൻസ് അല്ലെങ്കിൽ അച്ചാരം കൊടുക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അതിന്റെ ഉറപ്പാണ് നാം അത് വാങ്ങിക്കുമെന്നുള്ളതിന്റെ. So the Holy Spirit is given as an advance payment to every believer. ഓരോ വിശ്വാസിക്കും ആത്മാവെന്ന അച്ചാരം നമുക്ക് തന്നിരിക്കുകയാണ്. Now, let me just explain a little bit on that. ഞാനത് ഇങ്ങനെ വിവരിക്കട്ടെ. Suppose you are buying a place. നിങ്ങളൊരു സ്ഥലം വാങ്ങിക്കാൻ പോവുക എന്ന് വിചാരിക്കുക. Suppose it is, say, $50,000. $50,000 വിലപിടിപ്പുള്ള സ്ഥലമാണ്. I don't know how much the flats and all your property cost. Let's say $50,000. ഇവിടെ എന്താണ് വിലയെന്ന് എനിക്കറിയില്ല. 50,000 എന്ന് വിചാരിക്കുക. So you like that place and you're giving the advance payment. നിങ്ങൾക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു, അതിന്റെ അഡ്വാൻസ് അച്ചാരം കൊടുത്തു. How much advance you will give? എത്രയാണ് അതിന്റെ അച്ചാരം കൊടുക്കുന്നത്? You can tell anything. 5,000. Yeah, 5,000? Okay, 5,000, 2,000, 10,000, whatever. It will never be beyond 50,000. അച്ചാരം എന്ന് പറയുന്നതിന് 50,000 ആണ് അതിന്റെ വില. അതിന് ഉപരിയായിട്ട് ആകെയില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. Yes or no? അല്ലേ? The principal amount is 50,000. If somebody is giving advance, they will never give more than 50,000. അതിന്റെ വില അച്ചാരം എന്ന് പറയുന്നത് കുറഞ്ഞ തുകയാണ്. 50,000 കൂടുതൽ നമ്മൾ കൊടുക്കുകയില്ല. If somebody is giving more than 50,000, what you will tell about that person? 50,000 കൂടുതൽ ഒരാൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് നാം പറയും? Nobody will do like that, isn't it? അങ്ങനെ ആരും ചെയ്യുകയില്ല. Now, come to our passage. നമ്മുടെ ഭാഗത്തേക്ക് കടന്നു വരാം. We are considering about the Holy Spirit. ഇവിടെ നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം കാണുന്നു. He is given as an advance payment. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അച്ചാരമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു. Now, who is the Holy Spirit? ആരാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്? Who is the Holy Spirit? ആരാണ് പരിശുദ്ധാത്മാവ്? He is God, isn't it? താൻ ദൈവമാണ്. And if he is God, he is the proprietor of all the things. സകലത്തിന്റെ ഉടയവനാണ് താൻ ദൈവമാണെങ്കിൽ. Even for those blessings that we are going to enter into in future, it all belongs to him. നാം ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം സകലതും തന്റേതാണ്. Now, answer another question. വേറൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കട്ടെ. What has more worth, the property or the honor? സ്ഥലത്തിനാണോ അതിന്റെ ഉടയവനാണോ കൂടുതൽ മൂല്യമുള്ളത്? Is it a big question? The honor is more worth, isn't it? അതിന്റെ ഉടയവനാണ് കൂടുതൽ മൂല്യമുള്ളതെന്ന് കാണുവാൻ കഴിയും. Just now I told that the Holy Spirit is the honor of all things because he is God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകലത്തിന്റെയും ഉടയവനാണ്. എന്തുകൊണ്ടെന്നാൽ താൻ ദൈവമാണ്. Now he is given as the advance payment. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അച്ചാരമായിട്ട് തന്നിരിക്കുന്നത്. You want to call God as fool? He is the honor of all things, all the blessings that we are going to enter into. And as an advance payment of all that, God has given the Spirit, the honor himself within us. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ദൈവമായിരിക്കുന്ന
അതിന്റെ ഉടയവൻ തന്നെ നമുക്ക് അച്ചാരമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു. He is more worth than all the things, all the blessings that we are going to enter in. നമുക്ക് ലഭിക്കാൻ പോകുന്ന സകല അനുഗ്രഹത്തെക്കാളും ഏറ്റവും മെച്ചമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് കാണുന്നു. What does this explanation tell us? ഈ ഇതിന്റെ വ്യാഖ്യാനം നാം ഇതിൽ കൂടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? It makes us very clear that what God has begun with us, He shall complete. ദൈവം ആരംഭിച്ച ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ താനത് നിവർത്തിക്കും എന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. He shall fulfill all that He has promised. താൻ വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ സകലതും താൻ നിവർത്തിക്കും. What we heard in the gospel of hope, He is going to fulfill it. താൻ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തം അത് നിവർത്തിക്കുമെന്ന് കാണാൻ. And we are groaning within us until that is being fulfilled. നാം ഞരങ്ങി ഈറ്റുനോവോട് ഇരിക്കുന്നു, അത് സംഭവിക്കുന്നവരെ നാം അങ്ങനെ ആയിരിക്കുന്നു. Let me ask you another question. ഞാൻ വേറൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കട്ടെ. Is that groaning an experience within us? ഈ ഞരക്കം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. Is it there? അത് അങ്ങനെ ഉണ്ടോ? Or are we happy here? അതോ നാം ഇവിടെ സന്തോഷവാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു? Paul says that the believers are groaning. For what? To enter there. അവിടെ വിശ്വാസികൾ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവര് തേജസ്സിലേക്ക് ചെല്ലുവാൻ വേണ്ടിയാണ്. They have an expectation. അവർക്കൊരു പ്രതീക്ഷയുണ്ട്. To be with the Lord. ദൈവത്തോട് കൂടെ ആയിരിക്കണം. They are groaning until then. അതുവരെ അവര് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. They are eagerly waiting for that day. അവര് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. But my question is this: are these things true about us? ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാണോ എന്നാണ് ചോദ്യം. Or are we okay here? Even if the Lord doesn't come, even if this hope is not fulfilled, we are fine, Lord, here. Is it? കർത്താവ് വന്നില്ലെങ്കിലും പ്രത്യാശ നിവർത്തിച്ചില്ലെങ്കിലും നാം സന്തോഷവാനായിട്ടിരിക്കുന്നുവോ? Remember an illustration like this. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറയട്ടെ. An illustration that's based on the parable of the Samaritan. ശമരിയക്കാരന്റെ ഉപമയെ കുറിച്ചുള്ള വ്യാഖ്യാനം ഇങ്ങനെയാണ്. The parable of the Good Samaritan. നല്ല ശമരിയക്കാരന്റെ ഉപമ. The illustration is based on that. അതിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്, അതിനെക്കുറിച്ചാണ്. The illustration I am going to tell you is based on that parable of the Good Samaritan. നല്ല ശമരിയക്കാരന് ആ ഉപമയെ കുറിച്ചുള്ള ഒരു ഇല്ലസ്ട്രേഷൻ ആണ് പറയാൻ പോകുന്നത്. We all know that parable. നിങ്ങൾക്ക് ആ ഉപമ നന്നായിട്ട് അറിയാം. I don't have to tell that. അത് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. One man, read that parable. ഒരാൾ ആ ഉപമ ഇങ്ങനെ വായിച്ചു. He liked it very much. തനിക്കത് ഇഷ്ടപ്പെട്ടു. And he was buying a new house. താൻ ഒരു പുതിയ ഭവനം വാങ്ങിക്കാൻ പോവുകയാണ്. And he thought like this. താൻ ഇങ്ങനെ വിചാരിച്ചു, now I will get hold of a artist. ഞാനൊരു ആർട്ടിസ്റ്റിനെ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. And I will give this parable to him. ഞാൻ ഈ ഉപമ തനിക്ക് അങ്ങനെ കൊടുക്കും. And I will ask him to, draw a painting based on this parable. ഈ ഉപമയെ ആസ്പദമാക്കി ഒരു പടം വരയ്ക്കുവാനായിട്ട് ഞാൻ തന്നോട് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞു. And that painting I will hang in the front room of that house. ആ വീടിന്റെ മുമ്പിൽ തന്നെ ആ പടം ഞാൻ അവിടെ സ്ഥാപിക്കുമെന്ന് താൻ പറഞ്ഞു. And with all joy he went and found an artist and he gave that parable to him. താൻ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഉപമ തന്റെ പക്കൽ കൊടുത്തു. And that artist read that parable many times. ആർട്ടിസ്റ്റ് ആ പടം വരയ്ക്കുന്ന ആൾ അത് അനേക പ്രാവശ്യം ഉപമ താൻ വായിച്ചു. This man also told about the story many times. അനേക പ്രാവശ്യം ഈ കഥ തന്നോട് പറഞ്ഞു. And the artist gave the date: on such and such date you can come and collect the paint. ഇന്ന ദിവസം ഈ പടം എല്ലാം ഞാൻ വരച്ച് റെഡിയാക്കുമെന്ന് താൻ പറഞ്ഞു. And on that day, on that particular day, he went there. ആ ദിവസം താൻ അവിടെ പോയി. That is to collect the painting. ആ പെയിന്റിംഗ് എടുക്കുവാനായിട്ട് താൻ അവിടെ പോയി. And that artist gave that painting. കലാകാരൻ ആ പെയിന്റിംഗ് അങ്ങനെ കൊടുത്തു. And he looked at that painting. താൻ ആ പടം കണ്ടതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു. And he didn't understand anything. തനിക്ക് അതൊന്നും മനസ്സിലായില്ല. How is it related with that parable which I gave? ഈ ഉപമയോട് അത് എങ്ങനെ അനുബന്ധമായിട്ടിരിക്കുന്നു, ബന്ധിച്ചിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. It has nothing to do with that story. ഈ കഥയുമായിട്ട് യാതൊരു സാമ്യവുമില്ല എന്ന് പറഞ്ഞു. So he was very much disappointed. താൻ നിരാശനായി. He gave that painting to that artist. ആ കലാകാരന് ഈ പടം തിരികെ കൊടുത്തു. And he said, now tell me how this relates with that story. ഈ കഥ ഈ ഉപമയുമായിട്ട് ഇത് എങ്ങനെ എങ്ങനെ അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. In that painting there was a house. ആ പടത്തിൽ ഒരു വീടുണ്ടായിരുന്നു.
And there was a man standing on the veranda. ഒരു വരാന്തയിൽ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. He was very much thin, ഒരു കനം കുറഞ്ഞൊരു വ്യക്തിയാണ്. very tired, താൻ ക്ഷീണിതനാണ്. and he is looking forward, into that street before him. താൻ മുമ്പിലോട്ടുള്ള ആ വഴിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. He was wearing only a banian or something. ഒരു ബെന്യനോ അങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുന്നു. With a sad look, he was looking onto that street. നിരാശനായിട്ട് താൻ പാതയിലേക്ക് നോക്കി നിൽക്കുന്നു. And in front of that house, വീടിന് മുമ്പിൽ തന്നെ there was an easy chair. അവിടെ ഒരു ഈസി ചെയർ ഇങ്ങനെ ഇരിക്കുന്നു. And in that easy chair, a gentleman was sitting. അവിടെ ഒരു വ്യക്തി അവിടെ ഈസി ചെയറിൽ ഇരിക്കുന്നു. Well dressed. നല്ലപോലെ വസ്ത്രം ധരിച്ച ഒരു വ്യക്തി. Happy. താൻ സന്തോഷവാനായിരിക്കുന്നു. And now this artist started explaining that. ചിത്രകാരൻ ഇത് ഇങ്ങനെ വ്യാഖ്യാനിച്ചു. And he said like this. താൻ ഇങ്ങനെ പറഞ്ഞു. This man standing on that veranda is that innkeeper. അത് ആ വീട് നോക്കുന്ന വ്യക്തിയാണ് അവിടെ വരാന്തയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. You know that good Samaritan took that man and went and gave it to another person, isn't it? അവിടെ നല്ല സമരിയക്കാരനെ ഒരു വ്യക്തിയുടെ പക്കൽ ഏൽപ്പിച്ചു എന്ന് കാണുവാൻ കഴിയും. That is that innkeeper, the man who was keeping that inn. സ്ഥലം നോക്കുന്ന ആളാണ് അവിടെ ഉള്ളത്. So this artist said, this is that man. He only looked after this, half dead man. ഈ അർത്ഥപ്രാണനായ മനുഷ്യനെ നോക്കിയത് ഈ വ്യക്തിയാണെന്ന് താൻ പറഞ്ഞു. He has spent all that. തന്റെ സകല കാര്യം താൻ കൊടുത്തു എന്ന് പറഞ്ഞു. Now looking after him, he has become thin. തന്നെ നോക്കി താൻ ഇങ്ങനെ കനം കുറഞ്ഞൊരു വ്യക്തിയായി തീർന്നു. Now he is looking for that good Samaritan to come and give him his dues. താൻ പറയുകയാണ് നല്ല ശമരിയക്കാരൻ വരുമ്പോൾ തന്റെ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി താൻ കാത്തിരിക്കുന്നു. Many years have passed, he is not coming. താൻ കടന്നുപോയതിനു ശേഷം ഇതുവരും വന്നിട്ടില്ല. And the man sitting in the easy chair, he is that half dead man. ഈസി ചെയർ ഇരിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി. He is very happy. താൻ സന്തോഷവാനായിരിക്കുന്നു. This man looked after him and he has become fat now. അർത്ഥപ്രാണനായ മനുഷ്യൻ ഇപ്പോൾ നല്ല കൊഴുത്തിരിക്കുന്നു. He is well dressed. നല്ല വസ്ത്രമുണ്ട്. Even if that good Samaritan is not coming, he is okay there. അവിടെ നല്ല ശമരിയക്കാരൻ മടങ്ങി വന്നില്ലെങ്കിലും താൻ വളരെ സന്തോഷവാനായിട്ട് അവിടെ ഇരിക്കുന്നു. I hope you understood that illustration. നിങ്ങൾക്ക് ആ കഥ അതിന്റെ വ്യാഖ്യാനം നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Is that our condition? ഇത് നമ്മുടെ അവസ്ഥയാണോ? We read this passage and say that we are groaning. നാം ഇത് വായിച്ചതിന് ശേഷം നാം ഞരങ്ങുന്നു എന്ന് പറയുന്നു. I hope you know the meaning of groaning. നിങ്ങൾ ഞരങ്ങുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. Sighing and groaning. നാം ഇങ്ങനെ ദീർഘനിശ്വാസം വിട്ട് നാം ഞരങ്ങുകയാണ്. Desiring a deliverance. നാം വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. Desiring to live from this place. ഈ സ്ഥലം വിട്ടു പോകുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നു. Do you have such an attitude to the world around? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനോഭാവമുണ്ടോ നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ? Is there that groaning coming from your heart? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ഞരക്കം വരുന്നുണ്ടോ? If you think about the saints of old, we are told that this world was not worthy for them. പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് നാം പറയുന്നത് ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. What about you and I? നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും എന്ത് പറയുന്നു? We were half dead. നാം അർത്ഥപ്രാണന്മാരായിരുന്നു. Lord delivered us. ദൈവം നമ്മളെ വിടുവിച്ചു. Forgave all our sins. നമ്മുടെ പാപങ്ങളെയും ക്ഷമിച്ചു. He did all that was essential. നമുക്ക് വേണ്ടുന്ന സകലതും താൻ ചെയ്തു. We were singing about that, isn't it? നാം ഇതിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. We were singing about that. നാം അതിനെ കുറിച്ച് പാടുകയായിരുന്നു. But how are we? What is our attitude now? നമ്മുടെ മനോഭാവം ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? Is the groaning coming from within? നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഞരക്കം വരുന്നുണ്ടോ? Unless we, keep the separation in this world, we will not be able to love the appearing of the Lord Jesus. നാം ഈ ലോകവുമായിട്ട് നാം വേർപാട് പാലിച്ചില്ലെങ്കിൽ നാം ദൈവത്തിന്റെ ആ വരവിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുവാനായിട്ട് അതിന്റെ സന്തോഷം നമുക്കുണ്ടായിരിക്കുകയില്ല. Love of the world and love for his appearing cannot go together. ഈ ലോകത്തോട് നാം സ്നേഹിക്കുകയും ദൈവത്തിന്റെ വരവിനെ നാം നോക്കി പാർക്കുകയും രണ്ടും ഒരുമിച്ച് പോകുകയില്ല. May the Lord help us that we may keep the separation. നാം ഈ വേർപാട് നാം പാലിക്കേണ്ടതാകുന്നു. Yes, we are in the world, no doubt. നാം ഈ ലോകത്തിൽ തന്നെ ആയിരിക്കുന്നു, അതിന് യാതൊരു സംശയവുമില്ല. But let not that world creep into our lives. എന്നാൽ ഈ ലോകം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ നാം അനുവദിക്കരുത്. Yes, we have to use the things of the world. ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ നാം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. But let us not be used by the world around. എന്നാൽ ഈ ലോകം നമ്മളെ ഉപയോഗിക്കാനായിട്ട് നാം അനുവദിക്കരുത്. And if we keep ourselves,
in love with the Lord, നാം കർത്താവുമായിട്ട് നാം സ്നേഹബന്ധത്തിലായിരിക്കുമ്പോൾ, and if we keep the separation, നാം ആ വേർപാട് നാം പാലിക്കുമ്പോൾ, this groaning shall be experienced. നമ്മുടെ ഹൃദയത്തിലുള്ള ഞരക്കം അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. And for a true Christian, the groaning will be there. നാം യഥാർത്ഥമായിട്ടുള്ള വിശ്വാസിയാണെങ്കിൽ ആ ഞരക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. And that groaning is a proof that expectation of the proof, or rather the hope of the believer is a proof that the glory that's going to come shall be far exceeding the present experiences. ആ വിശ്വാസികൾ അവരിങ്ങനെ വിചാരിക്കും, നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടത സാരമില്ല, അന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ് ഏറ്റവും മെച്ചമായിരിക്കുന്നു എന്ന് നാം ചിന്തിക്കും. Think about the expectation of the creation. നാം സൃഷ്ടിയുടെ എക്സ്പെക്ടേഷനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് That കഴിയും. shows that the future shall be glorious. നാം സൃഷ്ടി അത് ഭാവി കാലം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Think about our own hope. നമ്മുടെ പ്രത്യാശയെ കുറിച്ച് നമുക്ക് നോക്കാം. That shows that the future shall be glorious. നമ്മുടെ ഭാവി കാലം ഏറ്റവും തേജസ്കരിക്കപ്പെട്ടതായിരിക്കും എന്ന് കാണുവാനായിട്ട് കഴിയും. Now come to verses 26 and 27. നമുക്ക് 26ഉം 27ഉം വാക്യത്തിലേക്ക് തിരിയാം. See how verse 26 begins. 26ആം വാക്യം എങ്ങനെ തുടങ്ങുന്നു എന്ന് നമുക്ക് നോക്കാം. Yeah, in English it says likewise. അവിടെ നാം കാണുന്നു അവണ്ണം തന്നെ. So he's giving the next reason for the statement which he made earlier. താൻ നേരത്തെ പറഞ്ഞതിന്റെ കാര്യം ഇവിടെ പറയുകയാണ്. The suffering is negligible compared to the glory that's going to come. നാം വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയുന്നു. That is his theme. അതാണ് ആപ്തവാക്യം. Reason number 1, ഒന്നാമത്തെ കാരണം the expectation of the creation. നാം സൃഷ്ടിയുടെ ആകാംക്ഷ നമുക്ക് കാണുവാനായിട്ട് കഴിയും. Number 2, രണ്ടാമത് the hope of God's children. നമ്മുടെ വിശ്വാസികളുടെ പ്രത്യാശ. Now verses 26-27. 26-27 വാക്യത്തിൽ Likewise the Spirit also helps in our weaknesses, for we do not know what we should pray for as we ought, but the Spirit himself makes intercession for us with groanings which cannot be uttered. Now he who searches the hearts knows what the mind of the Spirit is, because he makes intercession for the saints according to the will of God. 26-27 വാക്യങ്ങൾ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതിന് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. Here in verse 26 also we have that word groanings occurring. ഇവിടെ 26ആം വാക്യത്തിലും ഞരക്കത്തെ കുറിച്ച് പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. Earlier we had seen the groaning of the creation. സൃഷ്ടിയുടെ ഞരക്കത്തെ കുറിച്ച് നാം നേരത്തെ കണ്ടു. Then secondly we saw that we ourselves groan. അത് മാത്രമല്ല നാം നമ്മളിൽ തന്നെ ഞരങ്ങുന്നു എന്ന് കണ്ടു. Now in verse 26, or in this portion that we read just now, we see the groanings of the Spirit. ഇവിടെ ആത്മാവിന്റെ ഞരക്കത്തെ കുറിച്ച് 26ആമത്തെ വാക്യത്തിൽ നാം കാണുന്നു. Now Paul says that the Spirit helps us in our weaknesses. ഇവിടെ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. This weaknesses mentioned here may be the lowest points of our life. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബലഹീനത ഉള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ താഴ്ന്ന അവസ്ഥയെ കാണിക്കുന്നതാണ് ഈ ബലഹീനത കാണാൻ കഴിയും. See, the topic is suffering. ഇതിന്റെ തലക്കെട്ട് തന്നെ കഷ്ടതയെ കുറിച്ചാണ് പറയുന്നത്. Sometimes when we go through sufferings and difficulties, well, we come to a very low point in our life. നാം കഷ്ടതയും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ജീവിതത്തിന്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നാം ആയിരിക്കുന്നു. Sometimes we get disappointed. നാം പലപ്പോഴും നിരാശരായിരിക്കുന്നു. Why am I living? എന്തുകൊണ്ട് ഞാൻ ജീവിക്കുന്നു? Is there a God? ദൈവമുണ്ടോ എന്ന് നാം ഇങ്ങനെ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. Doubts fill our hearts. നമ്മുടെ ഹൃദയത്തിൽ സംശയങ്ങൾ ഇങ്ങനെ ഉളവാകുന്നു. The enemy brings all that doubts. ഈ കാര്യങ്ങളൊക്കെ ശത്രു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. That happened even in the case of John the Baptist. നാം യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിലും അങ്ങനെ അത് സംഭവിച്ചു എന്ന് കാണുവാൻ കഴിയും. Matthew 13 we have it. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ Matthew 11 I mean. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കാണാം. There we see John the Baptist sending 2 of his disciples to the Lord Jesus. യോഹന്നാൻ സ്നാപകൻ 2 ശിഷ്യന്മാരെ യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുവാൻ കഴിയും. There we see the question that he asked the Lord. താൻ കർത്താവിനോട് ചോദിച്ച ചോദ്യം ഇതാണ്. Are you the one who is going to come? വരുവാനുള്ളവൻ നീയോ എന്ന് ചോദിക്കുന്നു.
He is the one who showed the Lord Jesus Christ to the people, saying that he is the Lamb of God that taketh away the sins of the world. ഇവിടെ യോഹന്നാൻ സ്നാപകൻ തന്നെ പറയുകയാണ്, ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശുക്രിസ്തു എന്ന് താൻ പറഞ്ഞ വ്യക്തി തന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. Yeah, once upon a time he said that. ഒരു കാലത്ത് താൻ അങ്ങനെ ചോദിച്ചിരുന്നു. Another time he said he should grow and I should decrease. താനോ വളരണം ഞാനോ കുറയണം എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ്. He is now in doubt. താനിപ്പോൾ സംശയത്തിലാണ്. He sent that question from the prison cell. താൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴാണ് ഈ ചോദ്യം കർത്താവിനോട് ചോദിക്കുന്നത്. He was suffering. താൻ കഷ്ടതയിലായിരിക്കും. He asked that question at one of the lowest points of his life. തന്റെ ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ താൻ ഈ ചോദ്യം ചോദിക്കുകയാണ്. Such experiences we can also have. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നേക്കാം. Elijah had such experience. ഏലിയാവിന് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായി. He said, "Enough, Lord, enough. കർത്താവേ മതി എന്ന് പറഞ്ഞു. Take me away." എന്റെ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞു. Remember reading about Spurgeon. സ്പർജനെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു. He used to have problems like that. തന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി. Severe pain he used to get in his bones. തന്റെ അസ്ഥിയിൽ ഇങ്ങനെ വേദന ഉണ്ടായിരുന്നു. It is told that when such pain comes, he doubts even his salvation. തന്റെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേദന വരുമ്പോൾ തന്റെ രക്ഷയെക്കുറിച്ച് താൻ സംശയിച്ചു. He's the one who brought many lakhs to the Lord, isn't it? അനേക ലക്ഷങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ്. But he also gets into, such points, lowest points in his life. തന്റെ ജീവിതത്തിൽ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ താനുമായിരുന്നു. We also may go through such, valley experiences. നാമും ഇങ്ങനെ താഴ്വരയിൽ കൂടെ കടന്നു പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. But here we are told that the Spirit helps us. ഇവിടെ പറയുന്നു ആത്മാവ് നമ്മളെ തുണയ്ക്കുന്നു, തുണ നൽകുന്നു എന്ന് വായിക്കുന്നു. He intercedes for us. നമുക്ക് വേണ്ടി താൻ പക്ഷപാതം ചെയ്യുന്നു എന്ന് കാണുന്നു. How he intercedes? എങ്ങനെയാണ് താൻ പക്ഷപാതം ചെയ്യുന്നത്? He intercedes for us with groanings that cannot be uttered. താൻ പക്ഷപാതം ചെയ്യുന്നത് ഇങ്ങനെയാണ്, നാം ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഈ കാര്യം പറയുകയാണ്. I don't know how to explain this. ഇതെങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But let me try to put it this way. ഞാൻ ഇങ്ങനെ പറയട്ടെ. When we go through lowest points of our life like that, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ നാം കടന്നു പോകുമ്പോൾ what comes from within will be just groanings and nothing else. നമ്മുടെ ഉള്ളിൽ ഞരക്കം മാത്രമേ കടന്നു വരികയുള്ളൂ. We do not know what to pray. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയില്ല. We do not know how to pray. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം നമുക്കറിയില്ല. Probably some of you might have gone through such experience. ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ നിങ്ങൾ ഒരുപക്ഷെ കടന്നുപോയേക്കാം. Even when we come to pray, only sighs, groanings come from within. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നെടുവീർപ്പ് മാത്രം ഉയരുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. What does the Spirit do then? എന്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? He takes up that groaning. താൻ ആ ഞരക്കം നമ്മുടെ ഉള്ളിൽ നിന്ന് എടുക്കുന്നു. He owns that groaning. താൻ അത് തന്റേതാക്കുന്നു. And he presents that groanings in the presence of the Father as his own groaning. ആ ഞരക്കം നമ്മുടെ നിന്ന് എടുത്തതിന് ശേഷം അത് പിതാവിന്റെ സന്നിധിയിൽ തന്റേതായിട്ടുള്ള ഞരക്കം പോലെ അത് തന്റെ പക്കൽ കൊടുക്കുന്നു. That is the Spirit's groaning. അതാണ് ആത്മാവിന്റെ ഞരക്കം എന്ന് ഇവിടെ കാണുന്നത്. Let me ask you this question. ഞാൻ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കട്ടെ. I hope that we have asked the Lord and received many things from him. നാം പല കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ച് നമുക്ക് ലഭിച്ചു. Yes or no? Yes, we have asked the Lord and in prayer and received many things in life. നാം അനേക കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അത് നമുക്ക് ലഭിച്ചു. Tell me which is more, that which we asked and received, or the things which we never asked yet received? നാം ചോദിച്ച കാര്യം ലഭിച്ചതാണോ, നാം ചോദിക്കാത്ത കാര്യം ലഭിച്ചതാണോ നമ്മുടെ ജീവിതത്തിൽ കൂടുതലുള്ളത്? What we have not asked, isn't it? നാം ചോദിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ലഭിച്ചത്. Just think about all the blessings, spiritual or material or whatever. Think about all the blessings that we have enjoyed. ആത്മീയവും ഭൗതികവുമായ സകല നന്മകൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത്. Most of them we never asked the Lord. മിക്ക കാര്യങ്ങളും നാം ചോദിച്ചിട്ടില്ല. He met all our needs. നമ്മുടെ സകല ആവശ്യവും താൻ നിറവേറ്റി തന്നു. How did it happen? How did it happen? എങ്ങനെ അത് സംഭവിച്ചു? There is an intercessor. ഇവിടെ അവിടെ പക്ഷപാതം ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയും. What we don't ask, the size that is in us, he presents in the presence of the Father, and thus he
brings blessings to us. നാം ഇങ്ങനെ നെടുവീർപ്പിടുന്നത് നമ്മുടെ ഞരക്കങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്ത് പിതാവായ ദൈവത്തിന്റെ പക്കൽ കൊടുത്ത് അതിനുശേഷം നാം അനുഗ്രഹം പ്രാപിക്കുകയാണ്. Here we see the help of the Comforter. ഇവിടെ ആശ്വാസപ്രദൻ ഇവിടെ നമ്മളെ സഹായിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. His help, heaven's help is there for you and I. സ്വർഗത്തിലെ സഹായം നമുക്കുണ്ട്. If the Spirit is keeping us in that way and leading to the future, നമ്മുടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയി മുമ്പോട്ട് ഭാവിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ be very sure that the future shall be glorious. നാം വളരെ ഉറച്ച് നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ ഭാവി ഏറ്റവും തേജസ്കരിക്കപ്പെട്ടതായിരിക്കും. The future shall be glorious. നമ്മുടെ ഏറ്റവും മഹിമ നിറഞ്ഞ സമയമായിരിക്കും നമ്മുടെ ഭാവി എന്ന് നാം മനസ്സിലാക്കേണ്ടതായിരുന്നു. Looking at this passage and seeing certain truths about sufferings and glory. നാം ഈ ഭാഗം വായിച്ചപ്പോൾ കഷ്ടതയെക്കുറിച്ചും നാം തേജസ്സിനെ കുറിച്ച് നാം വായിച്ചു. We looked at the attitude of a Christian, of a believer to the sufferings. നാം ഒരു വിശ്വാസിയുടെ മനോഭാവം എങ്ങനെയായിരിക്കണം, നാം കഷ്ടത അനുഭവിക്കുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നു. All suffer, it's common. നമുക്ക് കഷ്ടത സാധാരണമാണെന്ന് കാണുവാനായിട്ട് കഴിയും. But sufferings leads to glory. എന്നാൽ കഷ്ടത തേജസ്സിലേക്ക് നയിക്കുന്നു. And the glory shall be far superior than all our experiences in the present. നമ്മുടെ കഷ്ടത, ഈ ലോകത്തിലെ കഷ്ടത വിചാരിച്ചാൽ തേജസ് ഏറ്റവും മെച്ചമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. We consider it thus. നാം ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കുന്നു, എണ്ണുന്നു. How do we consider it thus? എങ്ങനെയാണ് നാം ഈ കാര്യങ്ങൾ എണ്ണുന്നത്? Knowing the word of God. നാം ദൈവവചനം നാം മനസ്സിലാക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ഈ കാര്യങ്ങൾ അറിയാം. Now from verse 19 onwards, Paul was giving the reason why we can consider as the glory as superior to all our experience. എന്തുകൊണ്ട് നമ്മുടെ തേജസ് ഏറ്റവും കഷ്ടതയേക്കാൾ മെച്ചമായിരിക്കുന്നു എന്നുള്ള കാര്യം 19 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. Look at the creation. നാം ഈ സൃഷ്ടിയെ കുറിച്ച് നാം നോക്കുന്നു. It's groaning and waits eagerly. സൃഷ്ടി തന്നെ ഞരങ്ങുന്നു, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. Waiting for the future. ഭാവി അത് നോക്കി കാത്തിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. If it is eagerly waiting, future is going to be glorious. അങ്ങനെ താൻ അത് ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഭാവി കാലം ഏറ്റവും തേജസ്സുള്ളതായിരിക്കും എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. Turn to ourselves. നമ്മളിലേക്ക് നമുക്ക് തിരിയാം. We are also groaning. നാമും ഞരങ്ങുന്നു, waiting for the future. നാം ഭാവിയിലേക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. And that hope that we have, the future that we have is going to be glorious. നമുക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് തേജസ്, ഭാവി ഏറ്റവും തേജസ് ഉള്ളതായിരിക്കും. Look at the Holy Spirit, what He is doing for us. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? He is helping us. താൻ നമുക്ക് തുണ നിൽക്കുന്നു എന്ന് കാണുവാൻ കഴിയും. Leading us to the future. നമ്മളെ ഭാവിയിലേക്ക് നടത്തുന്നു. Leading us to the Lord. ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകുന്നു. Then the future is going to be glorious. നമ്മുടെ ഭാവി ഏറ്റവും തേജസ്സുള്ളതായിരിക്കും. Dear brothers and sisters, let this comfort us, let this encourage us. ഇത് നമ്മളെ ആശ്വസിപ്പിക്കട്ടെ, നമ്മളെ പ്രോത്സാഹിപ്പിക്കട്ടെ. We are a blessed people. നാം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണ്. Not because of any good in us. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നന്മ ഉണ്ടായില്ല, or because of His grace. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാൽ മാത്രമാണ്. Yes, the future shall be glorious for us. നമ്മുടെ ഭാവി ഏറ്റവും തേജസ്സുള്ളതായിരിക്കും. When we say that, നമുക്കത് പറയാൻ സാധിക്കുമോ? it is when we say that, നാം അത് പറയുമ്പോൾ it is very much essential for setting our eyes on that future and order our present life. നാം നമ്മുടെ ജീവിതം ക്രമീകരിച്ച് നാം ഭാവിയിലേക്ക്, ആ പ്രത്യാശയിലേക്ക് നമുക്ക് ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. Cannot say that this is our hope and live anyhow like people around us. നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുന്നവർ നമ്മുടെ പ്രത്യാശ ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ജീവിക്കുന്നു കാണുന്നു. There should be some difference in our life. നമ്മുടെ ജീവിതത്തിൽ അവരിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. We cannot be like anybody else of the world. മറ്റുള്ളവരെ പോലെ നമുക്ക് ആയിരിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. May the Lord help us that we may examine ourselves and make necessary changes in our lives. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പരിശോധിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകാം. Now let's pray and close this Bible study. God our Father, we bless Thy holy name. We thank you, Father, for giving us this opportunity to come together and spend time before your word. Thank you, loving Father, for the thoughts that were brought before us. As we live in this world, we have sufferings, we have afflictions. Oh Lord, even now as we listen, probably some of us are going through difficulties. But we thank you, Father, for the blessed future that we have.
We are being led to that glorious day. We are being led to the world to come. We praise you, we adore you. The expectation of the creation, our own hope, and not only that, the help that we receive from heaven, all that, O Lord, turns our eyes to the future. Help us, Father, that we may consider our problems as negligible, trust in Thee, and be faithful in whatever experience that we have. Give us grace to keep separation from the world. Help us, Father, that we may love the appearing of the Lord Jesus and the world to come and live for that future day. We thank you, Father, for this assembly. Thank you, Father, for the believers that have come. Pray to Thee, Father, that all that we considered may continue to speak to us. If your coming tarries, help us that we may come together tomorrow, the Lord's Day morning, and be able to worship Thee and meditate from your word once again. We give Thee glory and honor. As we disperse from here, be with us. Take glory unto Thyself, for we ask this in the precious name of our Lord and our Savior, Jesus Christ. Amen.